ഒന്നാം റൗണ്ട് പോലീസുകാരുടെ പേര് പറയൂ. മനീഷ പോലീസ്. മനീഷ പോലീസ് കള്ളനെ കണ്ടെത്തുമോ? നോക്കുക, മനീഷ പോലീസിന്റെ അവസരമാണ്. സ്നേഹ ഫസ്റ്റ് പ്രൈസ്. സ്നേഹ സോണി MS സെക്കൻഡ് പ്രൈസ്. രണ്ട് പോയിന്റ് വനിത, 2 പോയിന്റ്, 3 പോയിന്റ്. ഇതിൽ 3, ഇതിൽ 4.
സമൂഹജീവി എന്ന നിലയിൽ മനുഷ്യരായി ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് അറിയാതെ വന്നു പോകുന്നത്, സ്വായത്തമാക്കി എടുക്കുന്നത് പഠിച്ചിട്ടല്ല, ഏതെങ്കിലും രീതിയിലുള്ള ഒരു പഠന പ്രക്രിയയിലൂടെ അല്ല, മറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ കളികളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന, ചെറുപ്പകാലം മുതൽ നമ്മൾ ആർജിച്ചെടുക്കുന്ന ചില കാര്യങ്ങളാണ്. അത്തരം വസ്തുതകളൊക്കെ തന്നെ നാടൻ കളികളിലുണ്ട്, കൈവേലകളിലുണ്ട്. സാംസ്കാരിക മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ അനുഭാവപൂർവമായ സമീപനം കാണിക്കുകയും അതിന് കൃത്യമായ സന്ദർഭത്തിൽ ഇടപെടുകയും അത് അംഗീകരിക്കുകയും നമ്മളെ നിരന്തരമായി പ്രേരിപ്പിച്ചുകൊണ്ട് നടത്താനായിട്ട് ഊർജം നൽകുകയും ചെയ്യുന്ന മുരളി സാറാണ്. സാറിനെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ തന്നെ ഭാഗമായ സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ നസ്ലിം സാറാണ്. നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വിശിഷ്ടാതിഥി മധുബാലനെ സ്നേഹാദരങ്ങളോട് ക്ഷണിക്കുന്നു. നമസ്കാരം. കേരള പഠന വിഭാഗം കേരള സർവകലാശാല ചെറുതുകളുടെ ചെറുത്തുനിൽപ്പ് എന്ന പേരിൽ ഇവിടെ നടത്തുന്ന നാടൻ കളികളും കൈവേലകളുടെയും മത്സരത്തിന്റെ വേദിയിൽ ആദരണീയനായ പ്രിയ സുഹൃത്ത് പ്രസാദ്, നമ്മൾ അന്ന് പഠിച്ച ചില കാര്യങ്ങൾ ഇന്ന് ഉപയോഗമായി വരുന്ന ഒരു അവസ്ഥ കൂടി കാണുന്നു. സത്യത്തിൽ ഇതുപോലെയുള്ള ചില ചെറുതുകളുടെ സംഘം ചേർന്ന തരത്തിൽ നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ജീവിതത്തിലും സമൂഹത്തിലൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലൊരു സ്നേഹത്തിന്റെ ഭാഷയിൽ, നന്മയുടെ ഭാഷയിൽ, ഐക്യത്തിന്റെ രൂപത്തിൽ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുക എന്നുള്ളത്. ഞാനിവിടെ വന്നപ്പോൾ വേറൊരു കാര്യം കൊണ്ട് ഈ ചിരട്ട തവി ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കേട്ടതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ചിരട്ടയ്ക്ക് ഒരു വളരെ കൃത്യമായിട്ടുള്ളൊരു മെഡിക്കേറ്റഡ് സ്വഭാവം ഉണ്ടെന്ന് അറിയാവോ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലേ? അറിയാമോ? ചിരട്ടയ്ക്കൊരു മെഡിക്കേഷന്റെ ഒരു സ്വഭാവമുണ്ട്. കാരണം ഞാൻ അനുഭവസ്ഥനായതുകൊണ്ടാണ് ഈ പറയുന്നത്. അറിയാമോ ആരെങ്കിലും? ചിരട്ട പുറത്തോട് കൺട്രോൾ ചെയ്യുന്നതാണ്. മുളയും ചിരട്ടയും രണ്ടും ചേർന്ന് വരുമ്പോൾ രണ്ട് വലിയ കാര്യങ്ങളുണ്ട്. ഒന്ന് ഇന്റേണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, മറ്റൊന്ന് എക്സ്റ്റേണലാണ്. മുള പരിപൂർണമായിട്ട് സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഇതൊക്കെ പറയുന്നത് വെച്ചാൽ ഇത് കൃത്യമായ തെളിവുകളുടെ അടുത്ത് എന്റെ ജീവിതം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ കണ്ടു പഠിച്ചിട്ടുള്ളത് നടക്കുന്നത്. അത് എന്റെ കുടുംബത്തിൽ ഞാൻ എല്ലാം പറയുന്നത് വേറൊരു കാര്യം കൊണ്ടാണ്. ഈ സ്ഥലം നിൽക്കുന്നത് വൈദ്യൻകുന്ന് എന്ന് പറയുന്ന ഒരു പേരുള്ള ഒരു ഇടത്താണ്. അപ്പൊ പക്ഷെ ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് എന്താണ് ഈ നാടൻ കളികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ കളികൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ അതിന്റെ പ്രായോഗിക തലത്തിലുള്ള ഒരു അനുഭവ സമ്പത്തും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ കേരള സർവകലാശാല കേരള പഠന വിഭാഗം നടത്തുന്ന നാടൻ കളികളും കൈവേലകളും മത്സരവും ഒക്കെ നേരത്തെ ലെനിൻ സൂചിപ്പിച്ച പോലെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൈമോശം വന്ന, ഒരുപക്ഷെ എന്റെ പോലും ബാല്യകാലത്തൊക്കെ ഇത് നന്നായി നാം കളിച്ചു വന്ന ഓർമ്മകൾ ഗൃഹാതുരത്വ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഞാൻ ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം പ്രസാദ് സാർ എനിക്ക് അയച്ചു തരികയുണ്ടായി. സത്യമാണ്, ആ വീഡിയോ ഞാൻ എന്റെ മകനെ കാണിച്ചപ്പോൾ ഇത് എന്താണ് കളി, ഒരു പെൺകുട്ടി ഇങ്ങനെ നമ്മള് കല്ലിങ്ങനെ എറിഞ്ഞ് പറയും, നമ്മള് വടക്കൻ മലബാറിൽ പറയുന്നത് കക്ക് കളി എന്നാ പറയാ. അപ്പൊ ആ കളി ഞാൻ എന്റെ മകനെ 10ാം ക്ലാസ്സുകാരനെ എന്റെ മകനെ കാണിച്ചു കൊടുത്തു. എന്റെ മകൻ ആ കളി അറിയില്ല. കുട്ടിയും പോലും എന്നുള്ള ആ കളി അറിയാം, പക്ഷെ ഈ കളികളൊന്നും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ പോലും ഇത് പക്ഷെ ഇവിടെ ആയിരിക്കും ആദ്യമായി കളിക്കുന്നുണ്ടാവുക. നമ്മുടെ ബാല്യകാലാനുഭവങ്ങൾ
ജീവിതത്തെ സമ്പൂർണമാക്കിയ, സമ്പൽ സമൃദ്ധമാക്കിയ, സൗഹൃദപൂർണമാക്കിയ ഇത്തരം സാധ്യതകളൊക്കെ തിരിച്ചെടുക്കാൻ നടത്തുന്ന ഗവേഷണാത്മകമായ ശ്രമങ്ങളും നമ്മുടെ അക്കാദമിക ഗവേഷണത്തിന്റെ ഭാഗമാണ് എന്ന് സർവകലാശാല സിൻഡിക്കേറ്റ് തെളിയിക്കുകയാണ് ഈ പദ്ധതിയെ അംഗീകരിച്ചതിലൂടെ എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പദ്ധതി തുടരും എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിന്റെ ഫിനാൻസ് കമ്മിറ്റിയുടെ കൺവീനർ പറഞ്ഞു, അടുത്ത ബഡ്ജറ്റിലും ഇത് തുടരും, ഇത് ക്യാമ്പസിന്റെ ഉത്സവമാക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രാമീണതയെ ഈ ക്യാമ്പസിന്റെ നെറുകയിൽ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും ഇതിലെ വോളണ്ടിയേഴ്സിനും പിന്നെ നമ്മുടെ വിഭാഗത്തിലെ എല്ലാമായ വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും തന്നെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.